ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ക്ലച്ചിൽ നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ക്ലച്ചാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ക്ലച്ചിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതാണ്ട് ഒരു സ്ട്രിങ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഈ സ്ട്രിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന പോർഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അറ്റത്ത് നമ്മളൊരു ആ മാസ് എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വെയിറ്റ് ആയിക്കോട്ടെ, ഒരു മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ ഒമേഗ എന്നുള്ള സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതെന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റൊട്ടേഷൻ തന്നെ ഈ ഒരു രീതിയിൽ റൊട്ടേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫോഴ്സ്, ഒരു നോർമലായിട്ടൊരു ഫോഴ്സ് ഉണ്ടാകുന്നു. ആ ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡിനെ റിലേറ്റ് ചെയ്തിരിക്കും. അതായത് ഈ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ച് വർക്ക് ചെയ്യുന്ന ക്ലച്ചിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. അതെ, ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതൊരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഭാഗത്ത് അല്ലെങ്കിൽ വെളിയിൽ ഏറ്റവും ഔട്ടറായിട്ടൊരു ഡ്രം കാണും, അല്ലെങ്കിൽ ഒരു റിം അവിടെ കാണും. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷൂസ് കാണും. ഇതാണ് നമ്പർ ഓഫ് ഷൂസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഷൂസ്, ദെൻ ഇത് സെക്കൻഡ് ഷൂവ്, ദെൻ തേർഡ് ഷൂവ്, അതേപോലെ തന്നെ ഫോർത്ത് ഷൂവ്. അപ്പോൾ നമ്പർ ഓഫ് ഷൂസ് ഇവിടെ ഇപ്പോൾ 4 നമ്പർ ഓഫ് ഷൂസ് ഉണ്ട്. അപ്പോൾ 4 തന്നെ വേണമെന്നില്ല, ഓരോന്നിലും ഓരോ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഷൂസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ ഓരോ സ്പ്രിങ് കാണാം അല്ലേ, നമ്പർ ഓഫ് സ്പ്രിങ്സും അവിടെ ഉണ്ട്. ഇതാണ് നമ്പർ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഷൂവിൻ്റെ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ലൈനിങ് ഉണ്ട്. ഈ ഫ്രിക്ഷൻ ലൈനിങ് ആണ് ഇതിൻ്റെ വർക്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ ലൈനിങ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന പോർഷൻ. അതായത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഇവിടുത്തെ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ സ്പ്രിങ് എലാബറേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്പ്രിങ് എലാബറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയുന്ന ഷൂസ് എന്ത് ചെയ്യും, വെളിയിലോട്ട് അല്ലെങ്കിൽ ഔട്ടറിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ആ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ആ വെളിയിലോട്ട് ഔട്ടറിലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ FC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൽ നിന്ന് താഴോട്ട് ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ താഴോട്ട് ഡൗൺവേർഡ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് FS, സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഏകദേശ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ മീൻസ് അവിടുത്തെ മാസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷൂസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, സ്പ്രിങ്ങിനെ മൊത്തത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിനകത്ത് വരുന്നത്. ഞാനൊരു ടേംസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു സെഷൻ, ഇതൊരു ഷൂ എന്ന് പറയുന്ന അതാണ്ട് ഈ ഒരു സെഷനാണ് ഇതെന്ന് വെച്ചോ. ഓക്കെ, ഇതാണ് ഷൂസ് എന്ന് പറയുന്ന സെഷൻ. ഈ സെഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതതിൻ്റെ ഫ്രിക്ഷൻ ലൈനിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈനിങ് ആണ് എന്ത്, ഫ്രിക്ഷൻ ലൈനിങ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 ഫോഴ്സ്, മേലോട്ടൊരു ഫോഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ FC അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നു. അതേപോലെ താഴോട്ടുള്ള ഫോഴ്സിനെ FS അല്ലെങ്കിൽ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നു. അതേപോലെ നെറ്റ് ഫോഴ്സ് ഉണ്ട്, F, അതിനെയാണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെറ്റ് ഫോഴ്സ് മീൻസ് FC മൈനസ് FS ആണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഷൂവിൻ്റെ ഈ ഒരു പോർഷന് നമ്മൾ പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ G എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ഇനി നമ്മൾ ആ ഷൂവിൻ്റെ ഈ ഒരു 2 സൈഡ് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയും. അപ്പോൾ ഈ നൊട്ടേഷൻസൊക്കെ നമ്മൾ ഈ പ്രോബ്ലങ്ങളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ 2 ടേം ഉണ്ട്. ഒന്ന് സ്മോൾ ആർ മീൻസ് ഡിസ്റ്റൻസ് ഫ്രം ഈ സെൻറ്റർ, ഈ ഒരു സെൻറ്റർ മുതൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഷൂ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്പൈഡർ, അങ്ങനെ പറയുന്നത്. സ്പൈഡർ മീൻസ് ഈ ഒരു പോർഷനെ സ്പൈഡർ എന്ന് പറയുന്നുണ്ട്. ഇതാണ് സ്പൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുതൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ആർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ R മീൻസ് ആ സെൻറ്റർ മുതൽ ഇന്നർ പോർഷൻ ഓഫ് ദി റിമ്മിൻ്റെ ഇന്നർ പോർഷൻ വരെ, അതിനെയാണ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്നർ റേഡിയസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതാണ്ട് ഇവിടെ ജസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്.
N നമ്പർ ഓഫ് ഷൂസ്, ഇപ്പോൾ 4 ഷൂസ് ഉണ്ടെങ്കിൽ N 4 ആയിരിക്കും. അതേപോലെ R നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഷൂ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്പൈഡർ. ദെൻ ക്യാപിറ്റൽ R പറഞ്ഞു, M എന്ന് വെച്ചാൽ മാസ്, N എന്ന് വെച്ചാൽ റണ്ണിങ് സ്പീഡ്. അതേപോലെ ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2πn/60. അത് പഠിച്ചു വെച്ചേക്കണം. ആംഗുലാർ വെലോസിറ്റി 2πn/60. ഇനി ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന സമയത്തുള്ള ആംഗുലാർ വെലോസിറ്റി എന്ന് വെച്ചാൽ ഒമേഗ 1 എന്നാണ് ഇവർ കൊടുത്തേക്കുന്നത്. നമ്മൾ ഒമേഗ ഇ എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഒമേഗ ഇ. അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് മ്യൂ. ഇത്തരം കാര്യങ്ങളാണ് ഇതിന് നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന നൊട്ടേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പഠിക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. എല്ലാ കാര്യങ്ങളൊന്നും ഡേറ്റാ ബുക്കിലില്ല. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡിസൈനിലോട്ട് ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡിസൈൻ എ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് വിത്ത് 4 ഷൂസ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഷൂസ് എത്രയാണ് അവിടെ? 4, അല്ലെങ്കിൽ N നമുക്ക് എത്ര കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് 30 കിലോവാട്ട്. 30 കിലോവാട്ട് എന്ന് തന്നിരിക്കുന്നത് നമുക്കറിയാം. P എന്ന് വെച്ചാൽ എന്താണ്? പവർ ഈസിക്കൽ ടു 30 കിലോവാട്ട് അറ്റ് റണ്ണിങ് സ്പീഡ് ഓഫ് 950 RPM. ദാറ്റ് മീൻസ് സ്പീഡ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ N എത്രയാണ്? 950 RPM. ദെൻ ദ സ്പീഡ് അറ്റ് വിച്ച് എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ഈസ് 80% ഓഫ് റണ്ണിങ് സ്പീഡ്. അതായത് അവിടെ എൻഗേജ് ചെയ്യുന്നത്, ക്ലച്ച് എൻഗേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? 80% ഓഫ് റണ്ണിങ് സ്പീഡാണ്. അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് സ്പീഡിനെ നമുക്ക് ഒമേഗ ഇ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒമേഗ ഇ ഈസ് ഈക്വൽ ടു 80% ഓഫ് റണ്ണിങ് സ്പീഡിന് നമുക്ക് ഒമേഗ എന്ന് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ഒമേഗ ഇ ഈസ് ഈക്വൽ ടു ഒമേഗ ഇ. ഇതാണ് ഒമേഗ ഇ എന്ന് പറയുന്നത്, സ്പീഡ് അറ്റ് ദ ടൈം ഓഫ് എൻഗേജ്മെൻറ്റ്. ഒമേഗ ഇ വിച്ച് ഈസ് ഈക്വൽ ടു 80%. ദാറ്റ് മീൻസ് 0.8 റണ്ണിങ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഈ എൻഗേജ്മെൻറ്റ് സ്പീഡ് ഡിവൈഡഡ് ബൈ റണ്ണിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 0.8 എന്ന് പറയും. ദാറ്റ് മീൻസ് ഒമേഗ ഇ ഡിവൈഡഡ് ബൈ ഒമേഗയാണ് എന്തെന്ന് പറയുന്നത്? 0.8 എന്ന് പറയുന്നത്, വിച്ച് ഈസ് ആൾസോ ഡിനോട്ടഡ് ആസ് എക്സ്. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 0.8 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ബാക്കി ഗിവൺ ഡേറ്റയിലോട്ട് പോകാം. ഇന്നർ റേഡിയസ് ഓഫ് ഡ്രം ഈസ് 120 mm. നമ്മൾ പറഞ്ഞു ഇന്നർ റേഡിയസ് ക്യാപിറ്റൽ ആർ അല്ലേ? ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 120 mm. അപ്പോൾ അത് നമ്മൾ എടുത്തത് ആർ ഈസ് ഈക്വൽ ടു 120 mm ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12 meter. Then the radial distance of center of gravity of each shoe ഫ്രം ദി ആക്സിസ് ഓഫ് സ്പൈഡർ ഈസ് 100 mm. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയൽ ഡിസ്റ്റൻസിന് നമ്മൾ സ്മോൾ ആർ എന്ന് എടുക്കുന്നു. സ്മോൾ ആർ ഈസ് ഈക്വൽ ടു 100 mm. ദെൻ ദ നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ബിറ്റ്വീൻ ഫ്രിക്ഷൻ ലൈനിങ് ആൻഡ് ദ ഡ്രം ഈസ് 0.2 MPa. ദാറ്റ് മീൻസ് പ്രഷർ തന്നിട്ടുണ്ട് അല്ലേ? P ഈസ് ഈക്വൽ ടു 0.2 MPa. ദ ആംഗിൾ ഓഫ് കോൺടാക്ട് സബ്സ്റ്റൻഡഡ് ബൈ ഫ്രിക്ഷൻ ലൈനിങ് ഓഫ് ഷൂ അറ്റ് ദ സെൻറ്റർ ഓഫ് ഷാഫ്റ്റ് ഈസ് 60 ഡിഗ്രി. ആംഗിൾ ഓഫ് വന്നിട്ടുണ്ട്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? 60 ഡിഗ്രി. ദെൻ ദ മെറ്റീരിയൽ ഓഫ് ലൈനിങ് ഈസ് ഫെറോഡോ. ഫെറോഡോ എന്ന് പറയുന്ന ഒരു ഫ്രിക്ഷണൽ മെറ്റീരിയൽ കൊണ്ടാണ് ലൈൻ ചെയ്തേക്കുന്നത് വിത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.25. ദെൻ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷൂ ആൻഡ് ഡ്രം ഈസ് 10 mm. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗിവൺ ഡേറ്റയിലുള്ളത്. അതെല്ലാം നമ്മൾ എടുത്തെഴുതുക. പിന്നെ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നമുക്ക്? ദെൻ മാസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മാസ് കണ്ടുപിടിക്കണം. ദെൻ സൈസ് ഓഫ് ഈച്ച് ഷൂ, ഓരോ ഷൂവിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ദെൻ ഡിസൈൻ ഓഫ് സ്പ്രിങ്ങിനെ ഡിസൈൻ ചെയ്യണം. ഫോർ ദി സേഫ് ഷിയർ സ്ട്രെസ് ഓഫ് സ്പ്രിംഗ് മെറ്റീരിയൽ ഈസ് 600 MPa തന്നിട്ടുണ്ട്. 600 MPa എന്നൊരു ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ദെൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് വെച്ചാൽ 80 kN/mm² എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ ഡേറ്റയിൽ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗിവൺ ഡേറ്റ എല്ലാം എടുത്തെഴുതി. P ഈസ് ഈക്വൽ ടു 30 kW, N എഴുതി, R എഴുതി, നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എഴുതി. പ്രഷർ മെഗാപാസ്കലിലാണ്, അതിനെ നമ്മൾ പാസ്കലിലോട്ട് ആക്കുന്നു. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് ഷൂസ് ഇസഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതങ്ങ് പഠിച്ചാൽ മതി. ഇസഡ് എന്നുള്ള ലെറ്ററിലങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ സ്പീഡ് അറ്റ് ദി ടൈം ഓഫ് എൻഗേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ? ഒമേഗ ഇ ബൈ ഒമേഗ ഈസ് ഈക്വൽ ടു 0.8 എന്ന് നമ്മൾ പറഞ്ഞു. അത് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ആണെന്നും പറഞ്ഞു. ഓക്കെ, ദെൻ റേഡിയൽ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു 100 mm വിച്ച് ഈസ് ഈക്വൽ ടു 0.1 meter. ആംഗിൾ, ദെൻ സേഫ് ഷിയർ സ്ട്രെസ് G. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഈച്ച് ഷൂ, ഓരോ ഷൂസിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2π ഇൻറ്റു n നമുക്കറിയാം 950 ഡിവൈഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 99.48 radian per second എന്ന് കിട്ടും.
ഓക്കെ, അതാണ് ഒമേഗ എന്ന് പറയുന്ന ആൻസർ നമുക്കവിടെ കിട്ടും, ആംഗുലാർ വെലോസിറ്റി. ദെൻ ടോർക്ക് ടു ബി ട്രാൻസ്മിറ്റഡ് ബൈ ദി ഷാഫ്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 10⁶ പി ഡിവൈഡഡ് ബൈ ഒമേഗ, വേർ പി ഇൻ കിലോ വാട്ട് ആൻഡ് ഒമേഗ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. അത് മാറിപ്പോകരുത്, ആ യൂണിറ്റ് അതേ കണക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ പേജ് നമ്പർ 50 ഇക്വേഷൻ 3.3a നമ്മുടെ ഡേറ്റാ ബുക്കിൽ, മഹാദേവൻ ഡേറ്റാ ബുക്കിൽ 4th എഡിഷനിൽ കിടപ്പുണ്ട്. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. 10⁶ ഇൻറ്റു പി ഈസ് ഈക്വൽ ടു എന്താണ്, കിലോ വാട്ടിൽ കൊടുക്കുക, 30 ഡിവൈഡഡ് ബൈ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 301556.7 ന്യൂട്ടൺ mm എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ പി കിലോ വാട്ടിൽ ഒമേഗ 2 റേഡിയൻ പെർ സെക്കൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി എങ്ങനെ കിട്ടത്തുള്ളൂ, ന്യൂട്ടൺ mmലെ കിട്ടത്തുള്ളൂ. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തു, ന്യൂട്ടൺ മീറ്ററിലോട്ട് മാറ്റി. ഓക്കെ, ഇനി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ നമ്മൾ കുറച്ച് ഫോഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുക. ഫസ്റ്റ് ടോർക്ക് ട്രാൻസ്മിറ്ററിൽ ടി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എഫ് സി മൈനസ് എഫ് എസ്, ദാറ്റ് മീൻസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൈനസ് സ്പ്രിംഗ് ഫോഴ്സ്, അതാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത്, ഇൻറ്റു ആർ ഇസഡ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എം ആർ ഒമേഗ സ്ക്വയർ, ഈ എഫിന് പറയുന്നതാണ് എം ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 - x സ്ക്വയർ, ഇത്രയും പോർഷനാണ് എന്തെന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത്, ഇൻറ്റു ആർ ഇസഡ്. അപ്പോൾ ഇത് നമ്മൾ ഡേറ്റാ ബുക്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡേറ്റാ ബുക്കിലില്ല, അത് നമ്മൾ നോട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ടോട്ടൽ ഔട്ട്വേർഡ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എഫ് സി മൈനസ് എഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 - x സ്ക്വയർ എന്നൊരു ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഇന്ന് വാല്യൂസ് എല്ലാം വാല്യൂസ് നമുക്കുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം ഈസ് ഈക്വൽ ടു 7.05 കിലോഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ടോർക്ക് കണ്ടുപിടിച്ച് ടോർക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, അതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ഷൂസിൻ്റെ സൈസ് കാണണം. സോ അവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഇതും നമ്മൾ പഠിച്ച് വെച്ചേ പറ്റൂ. കോണ്ടാക്ട് ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. സോ ആറ് നമുക്ക് തന്നിട്ടുണ്ട് 0.12 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, പക്ഷേ നമുക്കിവിടെ എന്ത് വേണം, ആംഗിൾ ഇൻ റേഡിയനിൽ വേണം. സോ ഇൻറ്റു π/180 കൂടെ കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു കോണ്ടാക്ട് ലെങ്ത് എന്ത് കിട്ടും, 0.125 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ പി എൻ ഈസ് ഈക്വൽ ടു F/LB എന്ന് പറയുന്നൊരു ഇക്വേഷൻ, അതും പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഈ ചതുരത്തിൽ വരച്ചേക്കുന്ന എല്ലാം പഠിച്ചു വെക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ പി നമുക്കുണ്ട് അല്ലേ, 0.2 × 10⁶ ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് നമുക്കറിയാം എം ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 - x സ്ക്വയർ, അത് നമ്മൾ അതേപോലെ എടുത്ത് എഴുതി. കോണ്ടാക്ട് ലെങ്ത് എൽ നമ്മൾ കണ്ടുപിടിച്ചു 0.125 ഇൻറ്റു ബി മാത്രം നമുക്കില്ല അല്ലേ, സോ ആ ബി നമ്മൾ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ബി ഈസ് ഈക്വൽ ടു 0.099 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സൈസ് ഓഫ് ഷൂവിൽ കോണ്ടാക്ട് ലെങ്തും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബിയും കിട്ടി. അപ്പം ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സ്പ്രിങ്ങിലോട്ട് പോവുകയാണ്. ഡിസൈൻ ഓഫ് സ്പ്രിങ്ങിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കുറേ ഇക്വേഷൻസ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡിസൈനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഒരു എഫ് സി ഇല്ലേ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പഠിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ സ്ക്വയർ അല്ലേ. അപ്പം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എം ഉണ്ട്, ആർ ഉണ്ട്, ഒമേഗയുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എത്ര കിട്ടും, 6976.8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അതെന്തിനാണെന്ന് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ദെൻ സ്പ്രിംഗ് ഫോഴ്സ് ഓർ ലോഡ് ഓൺ സ്പ്രിംഗ് എഫ് എസ് ഈസ് ഈക്വൽ ടു എം ആർ ഇൻറ്റു ഒമേഗ ഇ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ കൂടെ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അതേപോലെ തന്നെ സ്പ്രിംഗ് ഫോഴ്സും, ഈ രണ്ട് ഇക്വേഷനും പഠിച്ച് വെച്ചേക്കുക. അപ്പം എം ആർ ഒമേഗ ഇ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 7.05 ഇൻറ്റു 0.1 ഇൻറ്റു ഇനി ഒമേഗ ഇ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ, ഒമേഗ ഇ ബൈ ഒമേഗ എന്ന് പറയുന്നത് 0.8 എന്ന് പഠിച്ചു ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇ ഈസ് ഈക്വൽ ടു എന്താണ്, ഒമേഗ ഇൻറ്റു 0.8 അതിവിടെ കൊടുത്തു, അതിൻ്റെ സ്ക്വയർ. അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എഫ് എസ് ഈസ് ഈക്വൽ ടു 4465.19 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഡിസൈൻ ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ ദി സ്പ്രിംഗ് ഫോഴ്സസ്. ഈ സ്പ്രിംഗ് ഫോഴ്സസിനെ അടിസ്ഥാനമാക്കിയാണ് ഡിസൈൻ ഓഫ് സ്പ്രിംഗ് ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോഴ്സസ് അവിടെ കണ്ടുപിടിച്ചത്. ദെൻ സ്പ്രിങ്ങിൻ്റെ അടുത്ത കേസാണ് അസ്യൂം സ്പ്രിംഗ് ഇൻഡെക്സ്. അതായത് സ്പ്രിംഗ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടില്ല എന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അസ്യൂം ചെയ്യുന്നത്. സി ഈസ് ഈക്വൽ ടു D/D വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അത് അസ്യൂം ചെയ്തതിന് ശേഷം അവിടുത്തെ മീൻ ഡയാമീറ്റർ ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു എന്ത് വരും, 6 × സ്മോൾ d എന്ന് വരും. ഓക്കെ, 6 × സ്മോൾ d.
ഇനി നമ്മൾ നേരത്തെ എപ്പോഴും പഠിച്ചിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ട്, വോൾ ഫാക്ടർ കെ അല്ലേ. വോൾ ഫാക്ടർ കെ ഈസ് ഈക്വൽ ടു എന്ത് വരും, 4c-1 ഡിവൈഡഡ് ബൈ 4c-4 പ്ലസ് 0.615 ഡിവൈഡ് ബൈ സി എന്നൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഡേറ്റാ ബുക്കിൽ പേജ് 167 ഇക്വേഷൻ 11.2a കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സി ഇപ്പം 6 ആയിട്ട് അസ്യൂം ചെയ്തെങ്കിൽ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കെയുടെ വാല്യൂ എത്ര കിട്ടും, 1.31 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കെ കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കെ ഒക്കെ വെച്ച് വരുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ വയർ ഡയാമീറ്റർ സ്മോൾ ഡി ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 1ൽ ക്യൂബിക് റൂട്ട് ഓഫ് 8f/dk/π ഇൻറ്റു ടോ എന്ന് പറയുന്ന ഇക്വേഷൻ, പേജ് നമ്പർ 169 ഇക്വേഷൻ 11.1e. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്ക് എഫിൻ്റെ വാല്യൂ നമുക്കുണ്ട്, ഡിയുടെ വാല്യൂ ഉണ്ട്. ഡിയുടെ വാല്യൂ എന്താണ്, ഡി ഈസ് ഈക്വൽ ടു 6d ആൻഡ് കെയുടെ വാല്യൂ ഉണ്ട്, പൈ ഉണ്ട്, ടോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, ഡി ഈസ് ഈക്വൽ ടു 12.20 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 12.20 എന്ന് പറയുന്നതിന് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 188 ടേബിൾ 11.2 എടുക്കുക. നമ്മൾ ഡേറ്റാ ബുക്കിൽ 11.2 എന്ന് പറയുന്ന ടേബിൾ എടുക്കുക. നോക്കിയില്ലേ, നമ്മൾ സെക്കൻഡ് കോളം എടുക്കുക, ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് സ്പ്രിംഗ് സ്റ്റീൽ വയർ ആൻഡ് വാല്യൂ സ്പ്രിംഗ് വയർ എന്നുള്ള കോളം എടുക്കുക. ആ കോളത്തിൽ 12.25 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ ഉണ്ടോ എന്ന് നോക്ക്. ഉണ്ടോ, 6.50 to 11 ഇല്ല. 12 കഴിഞ്ഞ അടുത്ത് എത്രയാണ്, 12.5 ആണ്. സോ നമ്മൾ അടുത്ത സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എന്തെടുക്കുന്നു, 12.5 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. ഓക്കെ, സോ അവിടെ എന്ത് കിട്ടും, 12.5 കിട്ടും. അപ്പോൾ വയർ ഡയമീറ്റർ സ്മോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ ഡി കണ്ടുപിടിച്ചോട്ടെ. 6 ഇൻറ്റു സ്മോൾ ഡി അല്ലേ. സോ മീൻ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഡി വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 12.5 വിച്ച് ഇസ് ഈക്വൽ ടു 75 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഡിസൈനിൽ സ്മോൾ ഡി കണ്ടുപിടിച്ച്, ക്യാപിറ്റൽ ഡി കണ്ടുപിടിച്ച്, സ്പ്രിങ് ഇൻഡെക്സ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്പർ ഓഫ് ആക്റ്റീവ് കോയിലാണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ആക്റ്റീവ് കോയിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഐ ഈസ് ഈക്വൽ ടു YGD ഡിവൈഡഡ് ബൈ 8FSC³ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ജി നമുക്ക് തന്നിട്ടുണ്ട്, ഡി ഉണ്ട്, FS ഉണ്ട്, പിന്നെ സി ഉണ്ട്. അപ്പോൾ നമുക്ക് വൈ മാത്രമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ക്വസ്റ്റ്യനിലൊരു കാര്യം തന്നിട്ടുണ്ട്, റേഡിയൽ ക്ലിയറൻസ് ബിറ്റ്വീൻ ഷൂസ് ആൻഡ് റിമ്മ്. അതിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ആ ക്ലിയറൻസിനെ നമ്മൾ എന്തെടുക്കുന്നു, മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിംഗ് വൈ ഈസ് ഈക്വൽ ടു 10 mm എടുക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന റേഡിയൽ ക്ലിയറൻസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്, വൈ ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു 1.29 എന്ന് വരും. നമ്മൾ തൊട്ടടുത്ത ഇരട്ട ഈവൻ വാല്യൂ ആണ് ഐക്ക് എടുക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽ കണ്ടുപിടിക്കാനായിട്ട് പേജ് നമ്പർ 189 11.4 എന്ന ടേബിൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ടേബിളാണ്. ഇതിൽ അസ്യൂം സ്ക്വയർ ആൻഡ് ഗ്രൗണ്ട് എൻഡ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽ ഈസ് ഈക്വൽ ടു എന്താണ്, I+2 ആണ് അല്ലേ, I+2. സോ നമുക്ക് I2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽ എന്ത് വരും, 2+2 വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഏകദേശം നമുക്ക് സ്പ്രിങ്ങിൻ്റെ ഡിസൈനിൽ വേണ്ടി വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, പിച്ച് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് കഴിഞ്ഞ വട്ടം ചെയ്തതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൂടെ മാർക്കിന് അടിസ്ഥാനമാക്കി അതുകൂടെ ചേർത്ത് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഡിസൈനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ് കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ നമ്പർ ഓഫ് ഷൂസ് കണ്ടുപിടിക്കുക, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഡിസൈൻ ഓഫ് സ്പ്രിങ്ങിനെ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ.